അക്ഷരമുത്തുകൾ കോർത്ത് മുത്താരം കുന്ന്. അക്ഷരമുത്താരം ക്യാമ്പിന് പ്രൗഢമായ തുടക്കം. പുസ്തകത്താളുകളിൽ നിന്നും ജീവിതത്തിന്റെ പാഠങ്ങളിലേക്ക് ഒരു ജനതയെ വഴി നടത്തിയ മുത്താരം കുന്ന് വായനശാല വരും തലമുറയെ ജ്ഞാനത്തിന്റെ ലോകത്തേക്ക് ആനയിക്കാൻ ഒരുക്കുന്ന അക്ഷരമുത്താരം അവധിക്കാല ക്യാമ്പിന് തിരിതെളിഞ്ഞു. വായനയും അറിവും കേവലം വിനോദോപാധികളല്ല, മറിച്ച് ഒരു നാടിന്റെ സാംസ്കാരികവും ബൗദ്ധികവുമായ വളർച്ചയുടെ അടിത്തറയാണെന്ന് തെളിയിച്ച ഈ മഹത്തായ വിദ്യാലയത്തിൽ കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VS ഗോപകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ എപ്പോഴും വിജയിക്കണം വിജയിക്കണം എന്ന ആഗ്രഹത്തിലാണ് വീട്ടുകാരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കും ആ ആഗ്രഹത്തിലാണ്. പക്ഷെ പരാജയങ്ങളാണ് അടുത്ത വിജയങ്ങളിലേക്കുള്ള മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ എത്ര പരാജയപ്പെട്ടാലും ഞാൻ അടുത്തതിൽ വിജയിക്കും എന്ന ചിന്തയിലേക്ക് നമുക്ക് പോകുന്ന ഒരു സംവിധാനം നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ വാർത്തെടുക്കണം. നമ്മുടെ ബൾബൊക്കെ കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസന്റെ കഥയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എഡിസന്റെ കഥയുണ്ടെന്ന് പുസ്തകം വായിച്ചു നോക്കിയാൽ മതി. എഡിസൺ ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടതിനു ശേഷമാണ് ഈ ബൾബ് എന്ന് പറയുന്ന സംവിധാനത്തെ കണ്ടെത്താൻ കഴിഞ്ഞത്. അതിന് ആയിരക്കണക്കിന് തവണ പരാജയപ്പെടുമ്പോഴും എഡിസൺ പറഞ്ഞത് ഞാൻ വിജയത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, പരാജയപ്പെടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 1500-ലധികം കണ്ടുപിടുത്തങ്ങൾ ലോകത്തിലെ കണ്ടുപിടിച്ച ലോകത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യനാണ് ഈ തോമസ് ആൽവ എഡിസൺ. ആ എഡിസൺ കണ്ടുപിടുത്തങ്ങളെല്ലാം കഴിഞ്ഞ് 10-64 വയസ്സായപ്പോ അദ്ദേഹം കണ്ടുപിടിച്ച് ഫാക്ടറി മുഴുവൻ ഒരു ദിവസം കത്തിച്ചാമ്പലായി പോയി. അപ്പൊ എഡിസൺ തന്റെ മക്കളോട് പറഞ്ഞത്, നമുക്ക് ഈ കത്തിച്ചാമ്പലായി പോയത് നമ്മുടെ കണ്ടുപിടുത്തങ്ങളിലെ പരാജയങ്ങളായിരുന്നു. ഇനി നമ്മൾ പുതിയത് വിജയങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് വേണ്ടി നമ്മളെ ദൈവം ഇങ്ങനെ കാണിച്ചതാണ്. നമ്മുടെ പരാജയങ്ങളെല്ലാം കത്തിച്ചാമ്പലായി എന്ന് പറയുന്ന തരത്തിലേക്ക് മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത എഡിസനെ പോലെ നമ്മുടെ കുട്ടികൾ അത്തരം മാതൃകളാക്കി വളർന്ന വലിയ തലമുറകളായി മാറാനും നല്ല ഒരു സമൂഹത്തെ ഉണ്ടാക്കാനും ഇതുപോലെ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ഇവിടെ വിളിച്ചിരുത്തി 1 മാസക്കാലം പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ മുതിർന്ന ആളുകളാണ്. നിങ്ങൾക്ക് വലുതാവുമ്പോൾ ഇങ്ങനെ അത്ര ആയിരിക്കുന്നില്ല. കുറച്ചുകൂടി അഡ്വാൻസ് ആയ കാര്യങ്ങളിലായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. വായനക്കളരി എന്നൊക്കെ പറയുന്നതിലെ വേറൊരു രൂപത്തിൽ അന്നത്തെ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ കാണുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ചിന്താഗതി മാറണം. അറിവിന്റെ ഗോപുരവാതിൽ ജില്ലയിലെ മാതൃകാ ഗ്രന്ഥശാലകളിൽ മുൻനിരയിലുള്ള മുത്താരം കുന്ന് വായനശാലയുടെ ഓരോ ചുവടുവെപ്പും അറിവിനെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ വായനശാലയുടെ തിരുമുറ്റത്തിരുന്ന് അറിവ് നുകർന്നവർ ഇന്ന് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഉന്നതങ്ങളിൽ നയരൂപകർത്താക്കളായി തിളങ്ങുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ നിശബ്ദമായ വിപ്ലവത്തിന് തെളിവാണ്. ഒരു നാടിനെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഗ്രാമം എന്ന വിളിപ്പേരിലേക്ക് ഉയർത്തുന്നതിൽ ഇവിടുത്തെ പുസ്തക ശേഖരവും സാംസ്കാരിക ഇടപെടലുകളും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. മാന്ത്രികതയുടെയും ശാസ്ത്രത്തിന്റെയും വിരുന്ന് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന ഇന്ദ്രജാല പുരസ്കാര ജേതാവ് RC ബോസ് അവതരിപ്പിച്ച സയന്റിഫിക് വിജ്ഞാന മാജിക് ഷോ കാണികളിൽ വിസ്മയവും കൗതുകവും ഉണർത്തി. ശരി, ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ഇത് പ്രപഞ്ചം സന്നിവേശിപ്പിച്ചിരിക്കുന്ന ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം, മഹത്തായ പ്രതിഭാസം കയ്യിലിരിക്കുന്ന മക്കൾ ഒറ്റ പ്രാവശ്യം ഇത് കിട്ടും. ഒറ്റ പ്രാവശ്യം എനിക്കും നിങ്ങൾക്കും കിട്ടിയിരിക്കുന്നു. ഞാനത് സുന്ദരമായിട്ട് കുട്ടികളോട് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദ്യം. എന്റെ കുട്ടികളോടാണ്, മുതിർന്നവരോടല്ല. മുതിർന്നവരിന് ചെയ്തിട്ട് മറ്റു കാര്യമൊന്നുമില്ല. എന്നെ ഇങ്ങനെ ദോഷിച്ചു നോക്കുക. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു, സമയമുണ്ട്. മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ സമയമുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ചിന്തിക്കുക, മാറുക, പുതിയ മനുഷ്യനാകുക. ഓക്കെ പ്രിയപ്പെട്ടവരെ, ഇത് പ്രപഞ്ചം സന്നിവേശിപ്പിച്ചിരിക്കുന്ന മഹത്തായ ഊർജം. കാണാമോ? ഓക്കെ, ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണാമോ? യെസ്, ഓക്കെ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ മാത്രമാണ്. ആ പ്രപഞ്ച സത്യത്തെ, ആ ഊർജത്തെ, അതിനെ കാണാൻ നമുക്ക് അതിയായ കാഴ്ചകൾ വേണം, പുതിയ പഠനങ്ങൾ വേണം, പുതിയ വായനകൾ വേണം. ശാസ്ത്ര തത്വങ്ങളെ മാന്ത്രിക വിദ്യയുടെ അകമ്പടിയോടെ ലളിതമായി അവതരിപ്പിച്ച പ്രകടനം കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്താൻ ഏറെ സഹായിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി കുരുന്നുകൾ തയ്യാറാക്കിയ പോസ്റ്ററുകളുടെ പ്രദർശനം അവരുടെ സർഗാത്മകതയുടെ വിളംബരമായി മാറി. വിപുലമായ കർമ്മ പദ്ധതികൾ മെയ് മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ ജ്ഞാനോത്സവത്തിൽ കല, കായികം, സാഹിത്യം തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകും.
ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഭയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സെക്രട്ടറി സജിത്ത് സ്വാഗതവും യുവജനവേദി പ്രസിഡന്റ് കുമാരി അഖില നായർ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് നടന്ന സംഘാടക സമിതി യോഗത്തിൽ ക്യാമ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രോഗ്രാം കൺവീനർ അഖില നായർ, ജോയിന്റ് കൺവീനർമാർ കീർത്തന ബി, മാധവ്, അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കണ്ണു തുറക്കുന്ന ഈ കുരുന്നുകൾ നാളെയുടെ വാഗ്ദാനങ്ങളായി വളരുമെന്നും മുത്താരംകുന്ന് വായനശാലയുടെ ഈ പാരമ്പര്യം വരും തലമുറകളിലേക്ക് കൂടുതൽ കരുത്തോടെ പടരുമെന്നും ചടങ്ങിൽ പങ്കെടുത്തവർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.